നമസ്കാരമുണ്ട്, സുദിനാണ്. ഇന്നൊരു പ്രത്യേക അഭ്യർത്ഥന എന്നല്ല കേട്ടോ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരാൾ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആയുഷിൻ്റെ, കാരണം നമ്മൾ പത്തനംതിട്ട ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആയുഷ് പറഞ്ഞ മെറ്റീരിയലിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അധികം ഡീറ്റെയിൽ ആക്കിയിട്ടില്ല, എന്നാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോനകത്ത് അടിഭാഗത്ത് വന്നിട്ടുള്ള ഒരു കമൻറ്റാണ്, ആയുഷിനെക്കുറിച്ചും നോർമൽ ജിയെക്കുറിച്ചും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞങ്ങളുള്ളത്. ഒരു റീൽസൊക്കെ അതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മലപ്പുറം ജില്ലയിലെ അരീക്കോട്ടിനും മുക്കത്തിനിടയ്ക്കുള്ള ഒരു സൈറ്റിലാണ്. ഏകദേശം 200 മീറ്റർ ഫെൻസിങ്, ചെയിൻ ലിങ്ക് ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ്. ഒന്നും സൈറ്റിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. സൈറ്റൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയിൻ ലിങ്കിനെ കുറിച്ച് പറയാം. ചെയിൻ ലിങ്കിൽ ആയുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8-9 വർഷങ്ങളായിട്ട് ടാറ്റ തന്നെ പുതുതായിട്ടുള്ള പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുള്ള ആണ് ആയുഷ് എന്ന് പറയുന്നത്. അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് നോർമൽ GI, അതായത് നോർമൽ ഗാൽവനൈസ്ഡ് അയൺ ആണ് അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, എന്താണ് നോർമൽ GIയിൽ നിന്നും ഇതിന് വ്യത്യാസം എന്നുള്ളതും, എന്താണ് നോർമൽ GI, എന്താണ് ആയുഷ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് ചെയിൻ ലിങ്കിൻ്റെ സൈസുകൾ കള്ളികളുടെ അകലത്തിലോ വയറിൻ്റെ തിക്നെസ്സിലോ അല്ലെങ്കിൽ ഹൈറ്റിലോ മറ്റുള്ള യാതൊരുവിധ കാര്യത്തിലോ രണ്ടിലും വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാം സെയിം ആണ്. വയർ തിക്നെസ് ആണെങ്കിലും കള്ളികളുടെ അകലാണെന്നുണ്ടെങ്കിലും ഉയരാണെങ്കിലും ഇടയ്ക്ക് കിട്ടുന്ന കമ്പികളുടെ എണ്ണാണെങ്കിലും വർക്ക് ചെയ്യുന്ന മെത്തേഡാണെങ്കിലും എല്ലാം സെയിം ആണ്. പക്ഷേ ആകെ ഒരു ഡിഫറൻറ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി മാത്രമാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 8-9 വർഷമായിട്ട് ആയുഷ് ലോഞ്ച് ചെയ്തിട്ട് ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ മേ ബി ഈ ഒരു മെറ്റീരിയലിലേക്ക് മാത്രം ആയിട്ട് ഒതുങ്ങിക്കൂടാൻ ചാൻസ് ഉണ്ട്. നോർമൽ GI വെയറിന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് മാത്രമായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് മെറ്റീരിയൽ, പല ബ്രാൻഡുകളുടെ മെറ്റീരിയലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ട്, അതായത് ഒരു യുണീക്കായിട്ടുള്ളൊരു മെറ്റീരിയൽ ഇറക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ ഒരു ആയുഷ് ഇറക്കുന്നത്. കാരണം നമുക്ക് നോർമൽ GI ആണ് ചില ഒരുപാട് ബ്രാൻഡുകളിൽ നമുക്ക് ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് നോർമൽ GI? നോർമൽ GI എന്ന് പറയുന്നത് സാധാരണ ഇരുമ്പ് വയറിൻ്റെ മുകളിൽ ഗാൽവനൈസ് ചെയ്ത് വരുന്നത് 50 to 80 GSM കോട്ടിങ്ങോട് കൂടി വരുന്ന ഗാൽവനൈസ് ചെയ്തിട്ടുള്ള വയറിനെയാണ് നമ്മൾ നോർമൽ GI എന്ന് പറയുക. അത് ടാറ്റയിൽ അവൈലബിൾ ആണ്, മറ്റുള്ള ബ്രാൻഡുകളിൽ അവൈലബിൾ ആണ്. നമ്മൾ ടാറ്റയുടെ വയറോൺ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ, വേറെ നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാറില്ല. സോ അത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു 25 ഇയേഴ്സൊക്കെ നമുക്ക് ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യാം. അത് ഓരോ ഭാഗത്തെ ക്ലൈമറ്റ്, ചില ഭാഗങ്ങളിൽ ഉപ്പ് കാറ്റ് കാര്യങ്ങൾ അടിക്കുന്ന ഭാഗങ്ങളിൽ ലൈഫ് കുറയും. സാധാരണയായിട്ടുള്ള ഒരു ക്ലൈമറ്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു 25 വർഷം വരെ നമുക്ക് അതിൻ്റെ ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യാം. അതാണ് നോർമൽ GIൻ്റെ കേസ് വരുന്നത്. അത് ഏകദേശം 10, 30, 40, 50 വർഷമായിട്ട് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് പഴയ മെറ്റീരിയൽ തന്നെ നമ്മൾ സൈറ്റിൽ പോകുമ്പോൾ കാണാറുണ്ട്. അതുകൊണ്ട് അത് എൻ്റെ ലൈഫിനെ കുറിച്ച് പറയുന്നതിലും നമ്മളതിന് യോഗ്യരല്ല. കാരണം വെച്ചാൽ അത് പ്രാക്ടിക്കലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫാണ് നോർമൽ GIയുടേത്. എന്നാൽ ആയുഷ് തീർത്തും വ്യത്യസ്തമാണ്. അതായത് ഞാൻ പറഞ്ഞു, നേരത്തെ സാധാ വയറിൻ്റെ മുകളിൽ ഗാൽവനൈസ് ചെയ്യുന്നതാണ് GI എന്ന് പറഞ്ഞു. എന്നാൽ അതിൽ നിന്ന്, അതായത് ഗാൽവനൈസിങ്, നോർമൽ GI എന്ന് പറഞ്ഞാൽ ഗാൽവനൈസിങ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ഡിപ്പ് ഗാൽവനൈസിങ് ആണ്, നോർമൽ ഗാൽവനൈസിങ് അല്ല. അതായത് ആയുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ GI കോട്ടിങ് മാറ്റി നിർത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ ടാറ്റ തന്നെ ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് ടാഷെയിൽ 1000 എന്ന് പറയുന്നൊരു കോട്ടിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നമ്മളുടെ ഈ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിലോ കാണിക്കാം. ടാറ്റയുടെ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, എന്താണ് ടാഷെയിൽ 1000 എന്നുള്ളത്. എനിക്ക് അറിവ് പ്രകാരം ടാറ്റ വയറോൺ അതിനെ അവകാശപ്പെടുന്നത് ഏകദേശം ഡബിൾ ലൈഫ്, നോർമൽ GI വയറിനേക്കാൾ ഡബിൾ ലൈഫ് കിട്ടുമെന്നാണ്. അല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, നമുക്ക് വയർ തിക്നെസ്സിനും കാര്യങ്ങളും മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് വരുന്നൊരു മാറ്റം എന്ന് പറയുന്നത്, നോർമൽ GI സാധാരണ ഒരു സ്റ്റീലിൻ്റെ, ഇരുമ്പിൻ്റെ കളർ, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ടോ ഈ പൈപ്പ് ഗാൽവനൈസ്ഡ് ആണ്, നോർമൽ GI ആണ്. ഈ GIയുടെ കളറാണ് നമ്മുടെ ചെയിൻ ലിങ്ക്, നോർമൽ GIയുടെ ചെയിൻ ലിങ്കും വരാറ്. എന്നാൽ ആയുഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും, എല്ലാ വീഡിയോയിലും കണ്ടാൽ മനസ്സിലാവില്ല. സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് ചെറിയൊരു ബ്ലൂ ഷെയ്ഡിങ് വരുന്നുണ്ടാവും. ഈ ബ്ലൂ ഷെയ്ഡിങ് എന്ന് പറയുന്നത് നോർമൽ GIയും ആയുഷും ചെയിൻ ലിങ്കും തമ്മിൽ ചെയിൻ ലിങ്ക് അല്ല, മുള്ളുകമ്പി, ആയുഷിൻ്റെയും നോർമലിൻ്റെയും ഏത് മെറ്റീരിയലാണെങ്കിലും ഇത് രണ്ടും തിരിച്ചറിയാനുള്ള ജസ്റ്റ് ഒരു ഐഡൻറ്റിഫിക്കേഷൻ കളറിംഗ് ആണ് ഈ ജസ്റ്റ് ഒരു ബ്ലൂ കളറിങ്. ഈ ബ്ലൂ കളറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ചെയ്തതിന് ശേഷം ചിലപ്പോൾ മഴയോ വെയിലോ തട്ടിക്കഴിഞ്ഞാൽ ആ കളറിങ് പോയേക്കാം. ഒരിക്കലും കോട്ടിങ് അല്ല പോകുന്നത്, കളറിങ് പോയേക്കാം. ഈവൻ നമ്മൾ ജസ്റ്റ് പിടിച്ച് കൈ കൊണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കൈയിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാര്യം ഞാൻ പറഞ്ഞല്ലോ. കാരണം വെച്ചാൽ ഇത് ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. ഇപ്പോൾ നമ്മുടെ നോർമൽ GI ചെയിൻ ലിങ്കും ആയുഷ് ചെയിൻ ലിങ്കും അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കളറിങ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും അതിൻ്റെ
കോട്ടിങ് അല്ലെങ്കിൽ ക്വാളിറ്റിയോ കാര്യങ്ങളോ അല്ല, ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ഇത്രയാണ് ആയുഷിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുള്ളത്. പിന്നെ ഏത് പ്രൊഡക്റ്റാണ് നല്ലത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല ഒരു 9 വർഷത്തോളമായിട്ടുള്ളൂ ഈ മെറ്റീരിയൽ ലോഞ്ച് ചെയ്തിട്ട്. എന്തായാലും ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ന്യൂനതകളുണ്ടാവും. അത് എന്തായാലും ഒരു കമ്പനി പരിഹരിച്ച് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ GI വയറിനേക്കാൾ എനിക്ക് തോന്നുന്നു ബെറ്ററാണ് ആയുഷ് എന്ന് പറയുന്ന മെറ്റീരിയൽ. സോ അത് പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് എൻക്വയറി നടത്തുമ്പോൾ അവരുടെ കൂടെ ഇഷ്ടം നോക്കിയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ. കാര്യം നമ്മൾ നിർബന്ധമായിട്ട് ആയുഷ് വേണമെന്ന് ആരുടെ പറയാറില്ല. കാര്യം കസ്റ്റമർ എന്താണോ ഇപ്പോൾ പുള്ളി കണ്ടിട്ടുണ്ടാകുന്നതോ അല്ലെങ്കിൽ പുള്ളിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നത് ചിലപ്പോൾ നോർമൽ GI കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടാറ് അതാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ്. നമ്മൾ രണ്ടിൻ്റെയും ഗുണവും ദോഷവും തീർച്ചയായിട്ടും കസ്റ്റമർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള ഒരാൾ കമൻറ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു ഇതുപോലത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട് വർത്തമാനം പറയുക എന്നുള്ളതല്ല, എന്നാലും നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് ചോദിക്കുക. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. ഇനി അറിയാത്ത കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ആയുഷിൻ്റെ ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം ടാറ്റയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതായത് ടാറ്റ വയറോൻ്റെ വെബ്സൈറ്റിൻ്റെ അതിനകത്ത് എന്താണ് ടാഷിൽ 1000 എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ ഇതിന് കൂടെ ആഡ് ചെയ്യാം. എനിവേ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.